ഹലോ കേസ് എൻ്റെ വീഡിയോ ആദ്യമായിട്ട് ആൾക്കാരാണെങ്കിൽ മാക്സിമം സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി പ്രസ് ചെയ്താൽ അപ്ലോഡ് വീഡിയോസിന് നോട്ടിഫിക്കേഷൻ കിട്ടുന്നതായിരിക്കും. അപ്പോൾ എൻ്റെ ചാനൽ സിനിമ റിവ്യൂസ് തിയേറ്റർ റിവ്യൂസ് ഇടുന്ന എല്ലാവരും മാക്സിമം സപ്പോർട്ട് ചെയ്യുക. ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു ന്യൂ വീഡിയോ. അപ്പോൾ ഞാനിന്ന് DC നമ്മുടെ ലോകേഷ് കനകരാജ് നമ്മുടെ ലോകേഷിൻ്റെ ഡയറക്ടറിൻ്റെ സിനിമ, അതായത് ലോകേഷ് അഭിനയിച്ച് നായകനായ ആദ്യത്തെ സിനിമ ഇതാ കാണാൻ വന്നിട്ടുണ്ട്. എന്ത് പറയാം, ഞാൻ ഫസ്റ്റ് ഡേ അല്ലേ ഇത് കാണാൻ വരുന്നത്. കാരണം ലോകേഷിൻ്റെ ഇതിൻ്റെ ടീസറൊക്കെ വന്നപ്പോൾ എന്താകും ഒരു ഒട്ടും ഇങ്ങോട്ട് പ്രതീക്ഷയില്ലായിരുന്നു. അപ്പോൾ എന്തായാലും റിവ്യൂസ് എല്ലാം ഏകദേശം വന്നതോടെ അടിപൊളി സിനിമയെന്ന്, പ്രത്യേകിച്ച് നമ്മുടെ കോക്ക് വരെ ഏറ്റവും കിടില സിനിമയെന്ന് പറഞ്ഞിട്ടുണ്ട്. പിന്നെ വിചാരിച്ച എന്തായാലും കാണാം, എല്ലാവരും ഇതുപോലെ പോസിറ്റീവ് പറയുന്നു, ഒരാൾ നെഗറ്റീവ് പറയുന്നത് കേട്ടില്ല. പിന്നെ എന്തെങ്കിലും ആവട്ടെ ശരി, ഏരീസിൽ ബുക്ക് ചെയ്തിട്ടുണ്ട്. പക്ഷേ ഓടി വന്നല്ല, അതിൻ്റെ ഒരു വിഷമമുണ്ട്, അത് പോട്ടെ. പക്ഷേ എന്തായാലും ഈ സിനിമ നല്ല ആകാംക്ഷയുണ്ട്. നമ്മുടെ അരുൺ എന്ന് പറഞ്ഞ ഒരാളാണ് ഇത് ഡയറക്റ്റ് ചെയ്തിരിക്കുന്നത്. അതുപോലെ തന്നെ ലോകേഷിൻ്റെ ഇതൊക്കെ കുറേ ഗ്ലിംസൊക്കെ വന്നപ്പോൾ വേറെ പീക്ക് ലെവലാണ്. തിയേറ്റർ എക്സ്പീരിയൻസ് മസ്റ്റ് ആയിട്ടുണ്ട്. പിന്നെ നമ്മുടെ വാമിക ഗബി നമ്മുടെ നടിയുണ്ടല്ലോ, നമ്മുടെ ഗോദയിലും പൃഥ്വിരാജിൻ്റെ 9 സിനിമയിലൊക്കെ അഭിനയിച്ച നടിയുണ്ട്. അപ്പോൾ എന്ത് പറയാം, അങ്ങനെ ഒരു വേറെ ലെവൽ മാസം എന്ന് പറയുന്നില്ല. ട്രെയിലറിൻ്റെ കുറച്ച് പറഞ്ഞു കേട്ടപ്പോൾ തന്നെ ഒരു 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 കഥയിൽ ഞാൻ ഡയറക്റ്റായിട്ട് പോകുന്നില്ല, എന്നെ കണ്ടിട്ട് അഭിപ്രായം പറയാം. എന്തായാലും എന്ത് പറയാം, കൂടുതലും വലിച്ചു നീട്ടുന്നില്ല. ഞാൻ തിയേറ്ററിൽ കയറിയിട്ട് ഇൻ്റർവെല്ലായിട്ട് ബാക്കി വിശേഷങ്ങളൊക്കെ പറയാം. എന്തായാലും നല്ല എക്സൈറ്റ്മെൻ്റ് ഉണ്ട്. അങ്ങനെ കഴിച്ച പടം ഫസ്റ്റ് ഹാഫ് കഴിഞ്ഞിട്ടുണ്ട്. എന്ത് പറയാം, ലോകേഷിൻ്റെ വേറെ ലെവൽ മാജിക് എന്ന് തന്നെ പറയാം. അതായത് ലോകേഷ് ഡയറക്ഷൻ മാത്രമല്ല, അഭിനയിക്കാനും വേറെ ലെവൽ. അതായത് ഈ ലോകേഷ് ഡയറക്റ്റ് ചെയ്ത സിനിമകളെല്ലാം ഒരു ക്യാമിയോ ആയിട്ട് ലോകേഷ് വന്നിട്ടുണ്ട്. പക്ഷേ അതായത് ഫുൾ ആയിട്ടൊരു നായക കഥാപാത്രമായിട്ട് വന്നത് വേറെ ലെവൽ. എനിക്ക് തോന്നുന്നു കൂലി മോശമായത്, എനിക്ക് തോന്നുന്നു ഇതിൽ ഫോക്കസ് ചെയ്ത് അഭിനയിച്ചുകൊണ്ടിരുന്നുകൊണ്ടായിരിക്കാം കൂലിയുടെ കാര്യത്തിൽ തീരുമാനമായത്. പക്ഷേ ഇത് വേറെ ലെവൽ സാധനം. അതായത് ഒരു ചെറിയൊരു കോൺസെപ്റ്റ്, ഒരു ചെറിയൊരു സ്റ്റോറിയാണ്. അതായത് അതിനെ 2011 നടക്കുന്ന ഒരു കഥ. അതിനെ കഥയെ പറ്റി ഫുള്ളായിട്ട് പറഞ്ഞു, അതിൻ്റെ എക്സൈറ്റ്മെൻറ്റ് എല്ലാം പോകും. പക്ഷേ ഇത് ലോകേഷിൻ്റെ ആക്ടിങ് പ്ലസ് അനിരുദ്ധിൻ്റെ BGM വേറെ ലെവൽ. ഒരു ഇൻ്റർവെൽ സംഭവം എന്നൊക്കെ അനിരുദ്ധിൻ്റെ BGM ആണ് ഈ സിനിമയുടെ വേറെ ഒരു ലെവൽ, ഒരു എക്സൈറ്റ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ. ഞാൻ അത്രയും കഥയായിട്ട് ഞാൻ പറയുന്നില്ല, ഒന്നും പറയില്ല കഥയായിട്ട് പറഞ്ഞാൽ അത് സ്പോയിലായി. അപ്പോൾ അതുകൊണ്ട് ലോകേഷിൻ്റെ ആക്ടിങ് കൊള്ളായിരുന്നു, നമ്മുടെ വാമിക ഗബി നടിയും കൊള്ളായിരുന്നു. അങ്ങനെ 2 നടിമാരിനകത്തുണ്ട്. അങ്ങനെ വലിയ സ്റ്റാർ കാസ്റ്റ് ഉണ്ടെന്ന് വെച്ചാൽ ലോകേഷാണ് സ്റ്റാർ കാസ്റ്റ്, അതിൽ പല വേറെ ഒന്നുമില്ല. ലോകേഷിൻ്റെ വേറെ ലെവൽ സാധനം തന്നെ പറയാം. കാണുക, അത്ര നിങ്ങൾ എന്തായാലും മസ്റ്റ് തിയേറ്റർ വാച്ച്. എനിക്കൊന്ന് ഏരിയസിൽ ഇപ്പോൾ ഓടി വണ്ണിലാക്കിയെന്ന് തോന്നുന്നു. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ഓടി വണ്ണി തന്നെ പോയിരുന്ന് കാണുക. കാരണം എനിക്ക് ആ ഒരു എക്സ്പീരിയൻസ് കുറച്ച് മിക്സായി. കാരണം ഓടി വണ്ണിലല്ലാത്തതുകൊണ്ട് തന്നെ ഒരു എക്സ്പീരിയൻസ് നല്ല രീതിയിൽ മിക്സായി. മാക്സിമം നിങ്ങൾ ഓടി വണ്ണി തന്നെ ഇരുന്ന് കാണാം. എനിക്ക് ആ രോമാൻസ് ഇപ്പോഴും പോയിട്ടില്ല. കാരണം പീക്ക് സാധനം തന്നെ പറയാം, ഇതൊരു വെറൈറ്റി കഥയാണ്, അത്രേ ഉള്ളൂ. ഇത് പിന്നെ വേറൊരു കാര്യം, അതൊരു ഫാമിലി പടമല്ല. ഇത് പക്ക വയലൻസ് എ റേറ്റഡ് മൂവിയാണ്. ആദ്യമേ ഞാൻ പറയുന്നത് ഒരു എ റേറ്റഡ് മൂവിയാണ്. പച്ചയ്ക്ക് വയലൻസ് കാണിക്കാറ്. വയലൻസിൻ്റെ അങ്ങേയറ്റം വേണമെങ്കിൽ പറയാം. അങ്ങേയറ്റം എന്ന് പറഞ്ഞാൽ അങ്ങനെയല്ല പറഞ്ഞാൽ, അതായത് നല്ല രീതിയിൽ കാണിക്കുന്നുണ്ട്. അതുകൊണ്ട് ഇതൊരു ഫാമിലി മൂവിയായിട്ട് പ്രതീക്ഷിച്ച് പോകല്ലേ, ഒരു ഫ്രണ്ട്സുമായിട്ടൊക്കെ പോവാം. വേറെ ലെവൽ സംഭവം തന്നെ ആയിരിക്കും. എനിക്ക് നല്ല രീതിയിൽ പടം ഇഷ്ടപ്പെട്ടു. പൈസല്ല, ഫസ്റ്റ് ഹാഫ് ഇഷ്ടപ്പെട്ടു. ഇനി സെക്കൻഡ് ഹാഫ് കൊണ്ടിട്ട് ബാക്കി കാര്യങ്ങളൊക്കെ പറയാം. ലോകേഷിൻ്റെ വേറെ ലെവൽ മാജിക് തന്നെ പറയാം. അതായത് അയാളുടെ ഈ ലോകേഷിൻ്റെ ആക്ടിങ് സമ്മതിച്ച് കൊടുത്തേ പറ്റുള്ളൂ. അതായത് ഇൻ്റർവെൽ ഫൈറ്റൊക്കെ എന്ന് പറഞ്ഞാൽ ആ ഒരു അനിരുദ്ധിൻ്റെയും നമ്മുടെ വേടൻ്റെയും കൂടെ മിക്സ് ഉണ്ടല്ലോ, അത് വേറെ ലെവൽ സാധനം തന്നെ. ഇപ്പോഴത്തെ ട്രെൻഡിങ് പാട്ടില്ലേ, നമ്മുടെ പൂക്കി CM-ൻ്റെ ഒരു ട്രോളറക്കിയപ്പോൾ ഒരു പാട്ടില്ല, അതൊക്കെ ആ ലെവൽ സംഭവം തന്നെയായിരുന്നു. ആ ഒരു ഇൻ്റർവെൽ പഞ്ചിൽ വേറെ ലെവൽ. എനിക്ക് കഥയായിട്ട് ഞാൻ പറഞ്ഞാൽ ഫുൾ സ്പോയിലായി പോകും. നിങ്ങൾ മസ്റ്റ് തിയേറ്റർ വാച്ചാണ്. ഞാൻ ഈ എന്തായാലും ഇത് സെക്കൻഡ് ഹാഫ് കൂടെ ഗംഭീരമായിരിക്കും, അത് ഉറപ്പായിരിക്കും. അപ്പോൾ അതുകൂടെ കണ്ടിട്ട് ഞാൻ ബാക്കി അഭിപ്രായങ്ങളൊക്കെ പറയാം. അങ്ങനെ കേസ് പടം സെക്കൻഡ് ഹാഫ് കൂടെ കണ്ടു കഴിഞ്ഞിട്ടുണ്ട്. എന്ത് പറയാം, സെക്കൻഡ് ഹാഫ് ഫസ്റ്റ് ഹാഫിനെക്കാളും വേറെ ലെവലാണെങ്കിലുള്ള അത്രയും. ഞാൻ ഈ വർഷങ്ങളിൽ തമിഴ് സിനിമ കണ്ടില്ല. ഞാൻ ആകെ ഈ വർഷം 2 സിനിമ കണ്ടുള്ളൂ തമിഴ് സിനിമ. എനിക്ക് തോന്നുന്നു ജനനായകനും ഇതാണെന്ന് തോന്നുന്നു. ഞാൻ പറഞ്ഞില്ല, ജനനായകൻ ഒരു വിജയുടെ ലാസ്റ്റ് സിനിമ എന്നുള്ള രീതിയിൽ പോയി കാണാം. പക്ഷേ ഇത് ഒരു വേറെ ലെവൽ ഒരു സിനിമയാണെന്ന് വേണമെങ്കിൽ പറയാം. തമിഴിൽ അതായത് സൺ പിക്ചേഴ്സ് ആണെന്ന് തോന്നുന്നു. സൺ പിക്ചേഴ്സ് തന്നെ ഇത് പ്രൊഡ്യൂസ് ചെയ്തിരിക്കുന്നത്. അതായത് കേരളത്തിൻ്റെ ഡിസ്ട്രിബ്യൂട്ടേഴ്സ് എനിക്ക് തോന്നുന്നു ഗോപാലൻ. പക്ഷേ ഗോപാലൻ നല്ല ലാഭം കിട്ടും ഈ സിനിമയ്ക്കകത്ത് നിന്ന്. നല്ല സിനിമ എന്ന് തന്നെ പറയാം. എന്ത് പറയാം, ഞാൻ പറഞ്ഞില്ല, വയലൻസിൻ്റെ അങ്ങേയറ്റം. ഇപ്പോൾ ക്ലൈമാക്സ് ആണ് ഫസ്റ്റ് ഹാഫിൽ. ഇൻ്റർവെൽ പഞ്ചാണെങ്കിൽ ക്ലൈമാക്സ് ആണ് വേറെ ലെവൽ എന്ന് വേണമെങ്കിൽ പറയാം. ഞാൻ ഉദ്ദേശം എങ്ങനെയെന്ന് പറഞ്ഞാൽ, ഫസ്റ്റ് ഹാഫിൽ ഇൻ്റർവെൽ പഞ്ചാണ് സീനെങ്കിൽ ഈ സെക്കൻഡ് ഹാഫിൽ ക്ലൈമാക്സ് ആണ് വേറെ ലെവൽ. അതായത് ക്ലൈമാക്സിൽ ആ പാട്ടിൻ്റെ പ്ലേസ്മെൻറ്റ് ഇങ്ങനെ ഒരു തമിഴ് സിനിമ കണ്ടില്ലെന്ന് പറയാം. അതായത് കുറച്ച് ലോജിക്കൽ ചിന്തിച്ചിരുന്ന് കാണേണ്ട സിനിമയാണ്. അല്ലാതെ നമ്മൾ ഡിസ്ട്രാക്ഷൻ വരില്ല, നല്ല ഒരു ഫോക്കസ് ചെയ്ത് നല്ല രീതിയിൽ കാണാൻ പറ്റുന്ന ഒരു സിനിമയാണ്. അല്ല ഫാമിലി ആയിട്ട് പോയില്ലെന്നേ പറയാം. ഓക്കെ, ഫാമിലി ആയിട്ട് അങ്ങനത്തെ സിനിമകൾ ഇഷ്ടപ്പെടുന്ന ഒരാൾക്കാർക്കാണെങ്കിൽ പോവാം. പക്ഷേ ഇതൊരു ഫാമിലി മൂവി അല്ല. ഇപ്പോഴും പറയുന്ന ഒരു പക്ക
പക്ക വയലൻസ് സിനിമയാണ്, പച്ചയ്ക്ക് വയലൻസ് കാണിക്കുന്നുണ്ട്. അതിനകത്ത് കുറേ ഇൻസിഡൻസ്, കുറേ കഥയിൽ കുറേ കാര്യങ്ങളുണ്ട്. പക്ഷേ കഥ കൂടുതൽ പറഞ്ഞാൽ പിന്നെ എല്ലാം സ്പോയിലായിപ്പോൾ. പക്ഷേ ഞാൻ പറയുന്നു പീക്ക് സിനിമ എന്ന് തന്നെ പറയാം. തമിഴിൽ ഇതുവരെ എന്ന് പറയുമ്പോൾ ഈ വർഷം ഇറങ്ങിയതിൽ നല്ലൊരു വേറെ ലെവൽ സിനിമയെന്ന് തന്നെ പറയാം. നിങ്ങൾ എന്തായാലും തിയേറ്റർ മാക്സിമം നല്ല ഡോൾബി അറ്റ്മോസ്ഫിയർ സ്ക്രീനിൽ തന്നെ പോയിരുന്ന് കാണുക. അത്ര തന്നെ വേറെ ഒന്ന് പറയുന്നാൽ ആ ഒരു മാക്സിമം മിഡിൽ സീറ്റ് തന്നെ ബുക്ക് ചെയ്ത് ആ ഒരു എക്സ്പീരിയൻസ് എന്തായാലും എൻജോയ് ചെയ്യുക. അല്ലെങ്കിൽ എന്നാലും പറയും, അല്ലെങ്കിൽ പറയാൻ ഇഷ്ടപ്പെടും. പക്ഷേ എന്നാലും ഇതും കൂടെ ആണെങ്കിൽ ഫുള്ളി സാറ്റിസ്ഫൈഡ്. അത്രേ ഞാൻ പറയുന്നുള്ളൂ. പോയി കാണുക, എല്ലാവരും പോയി കാണുക. ഫ്രണ്ട്സുമായിട്ടൊക്കെ പോയി കാണാൻ എല്ലാവരും ഇഷ്ടപ്പെടും. ലോകേഷിൻ്റെ വേറെ ലെവൽ. അതുപോലെ തന്നെ വാമിക കബിയുടെ ആക്ടിങ് കൂടെ രണ്ടു വേറെ പെണ്ണുങ്ങളുണ്ട്. അതുപോലെ ലോകേഷിൻ്റെ ഫ്രണ്ട്സായിട്ട് കുറേ പേര് വരുന്നുണ്ട്. നമ്മുടെ ആരായിട്ട് വരും, നമ്മുടെ നരിവേട്ടിലൊരു ആദിവാസി ഒരു പയ്യനുണ്ടായിരുന്നു. അതുപോലെ തന്നെ വിക്രമിലും നമ്മുടെ കമലഹാസനെ കണ്ടിട്ടുണ്ടെന്ന് പറഞ്ഞ ഒരാൾ ഇൻ്റർവെല്ലിൽ പറയത്തില്ലേ, ഈ ഫഹദ് ഫാസിലിൻ്റെ ആ ഒരു ഫഹദ് ഫാസിൽ അറസ്റ്റ് ചെയ്ത് വീട്ടിൽ കൊണ്ടിടുമ്പോൾ ഒരുത്തം പറയില്ല, ഇത് ഞാൻ കമലഹാസൻ ഇന്നലെ കണ്ടിട്ടുണ്ട്. ആ പയ്യനും ആളുണ്ടായിരുന്നു. അത് ലോകേഷിൻ്റെ കൂട്ടുകാരനായിട്ട് വരുന്നത് നമ്മുടെ നരിവീട്ടിലൊക്കെ ഉള്ള ആ പയ്യൻ തന്നെ. അപ്പോൾ ലോകേഷ് അതിനകത്ത് മെയിൻ. അത്ര ഞാൻ പറയുന്നുള്ളൂ. ലോകേഷിൻ്റെ വേറെ ലെവൽ മാജിക് എന്ന് തന്നെ പറയാൻ വേണമെങ്കിൽ. ലോകേഷിൻ്റെ ഡയറക്ഷൻ മാത്രമല്ല, അഭിനയവും ഒരു വേറെ ലെവലാക്കാം എന്നുള്ളൊരു സംഭവങ്ങളെല്ലാം ഇതിൽ നിന്ന് മനസ്സിലാക്കി. എനിക്ക് അത്രേ പറയുള്ളൂ. എന്തായാലും വേറെ ലെവൽ സിനിമ എന്ന് തന്നെ പറയാം. എനിക്ക് നല്ല രീതിയിൽ പടം ഇഷ്ടപ്പെട്ടു. ഇനി വേണമെങ്കിൽ ഒന്നും കൂടെ വേണമെങ്കിൽ പോയി കാണാനുള്ള ഉണ്ടോ എന്ന് ചോദിച്ചാൽ എനിക്കുണ്ട്. അല്ലെങ്കിൽ ആ ഒരു ഡോൾബി അറ്റ്മോസ്ഫിയറിൽ ഇരുന്ന് എനിക്ക് കാണണമെന്നുണ്ട് എന്തായാലും. അപ്പോൾ എന്തായാലും ഇത് ഇത്ര തന്നെ. കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞ കഥയായിട്ട് ഇന്നായി പോകും. അതുകൊണ്ട് എന്തായാലും നിങ്ങൾ മസ്റ്റ് തിയേറ്റർ വെച്ച് എന്തായാലും പോയി തിയേറ്ററിൽ തന്നെ പോയിരുന്ന് കാണുക. അത്രേ ഞാൻ പറയുന്നുള്ളൂ. അപ്പോൾ നമുക്കിനി അടുത്ത വരുന്ന വീഡിയോസിലൊക്കെ തന്നെ വരുന്ന മൂവീസിൻ്റെ റിവ്യൂസൊക്കെ എടുത്തിടാം. ഇനിയിപ്പോൾ തുടക്കത്തിൻ്റെ റിവ്യൂവിനെ ചിലപ്പോൾ മാക്സിമം ഇടാൻ നോക്കാം. എന്തായാലും ഇടും. കാണുകയാണെങ്കിൽ എന്തായാലും എടുത്തിടും. ഇനിയിപ്പോൾ ഈ മാസം ഫുൾ സിനിമകളാണല്ലോ. അപ്പോൾ എന്തായാലും ഈ മാസം സിനിമ കാണണമെങ്കിൽ മിക്കവാറും ലോൺ എടുക്കേണ്ടി വരും. അതിന് മാത്രം സിനിമകളുണ്ട്. ദുൽഖറിൻ്റെ അയാം ഗെയിം, നിവിൻ പോളിയുടെ സിനിമ, അതുപോലെ തന്നെ ടോക്സിക്, ഖലീഫ, അങ്ങനെ ചറപറ സിനിമകളാണ്. ഒന്നും പറയില്ല. ഇതൊക്കെ ഇനി എങ്ങനെ കാണും? എന്തായാലും ഇതെല്ലാം കാണണമെന്നുണ്ട്. എനിക്ക് ഇതിൽ കൂടുതൽ സിനിമകൾ വരാൻ പോകണമെന്ന് തോന്നുന്നു. ഇത്രയും കാണിക്കാൻ എനിക്ക് പറ്റുള്ളൂ. എന്തായാലും ഇനി വരുന്ന വീഡിയോസിലൊക്കെ തന്നെ നമുക്ക് ഇനി അടുത്ത മൂവീസിൻ്റെ റിവ്യൂസൊക്കെ എടുത്തിടാം. അപ്പോൾ നമുക്ക് ഇനി അടുത്ത വീഡിയോ കാണാം. ബൈ. അത്ര തന്നെ. ഇനിയിപ്പോൾ ഈ മാസം എല്ലാവരും കാണണമല്ലോ. അത്രയോ ഇതുണ്ട്. അപ്പോൾ എന്തായാലും നമുക്ക് ഇനി അടുത്ത വീഡിയോ കാണാം. ബൈ. എൻ്റെ വീഡിയോ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആൾക്കാരാണെങ്കിൽ മാക്സിമം സബ്സ്ക്രൈബ് ചെയ്തിട്ട് വീഡിയോ കാണുക. തൊട്ടടുത്തുള്ള ബെല്ലൈക്കണും കൂടെ പ്രസ് ചെയ്താൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസൊക്കെ നോട്ടിഫിക്കേഷൻ കിട്ടുന്നതായിരിക്കും.